ജമ്മു കാശ്മീരിലെ ഷക്സ്കാം താഴ്വരയാകട്ടെ ഇന്ത്യയുടേതാണെന്നുള്ള വാദം തള്ളി ഇപ്പോൾ ചൈന രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ക്രിസ്മസിന് എന്ത് ഗിഫ്റ്റ് ചെയ്യും? മൈജിയിലുണ്ടല്ലോ എല്ലാം. ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഡിജിറ്റൽ ആക്സസറീസ്, കൂടുതൽ ഓഫറുകൾ, കുറഞ്ഞ EMI. നേരെ മൈജിയിലേക്ക് പോയ പോരെ. 1963 അതിർത്തി കരാർ പ്രകാരം പാകിസ്ഥാൻ ചൈനയ്ക്ക് സമ്മാനിച്ച ഷക്സ്കാം വാലിയിലാണ് ചൈന ഇപ്പോൾ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി സജ്ജമാക്കാനൊരുങ്ങുന്നത്. ഇതിനിടയിലായിരുന്നു ഇന്ത്യ ആകട്ടെ അത് തങ്ങളുടേതാണ് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നതും. എന്നാൽ ഇപ്പോൾ ഈ ഒരു അവകാശവാദം തള്ളിക്കൊണ്ട് ചൈന രംഗത്ത് വന്നിരിക്കുകയാണ്. ചൈനയാകട്ടെ ഇത് വിട്ട് നൽകാൻ തയ്യാറല്ല എന്നതാണ് ഇതിലൂടെ വ്യക്തമായ ഒരു നിലപാട് അറിയിച്ചിരിക്കുന്നത്. പ്രദേശം ചൈനയുടേതാണ് എന്നും ഈ മേഖലയുടെ നിർമ്മിക്കുന്ന പാകിസ്ഥാൻ ചൈന സാമ്പത്തിക ഇടനാഴിയുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ഇതിനോടായി തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. ഈ വർഷം ഒപ്പുവെച്ച ചൈന പാകിസ്ഥാൻ അതിർത്തി കരാർ പ്രകാരമായിരുന്നു ഇതെങ്കിൽ പോലും എന്നാൽ ഈ ഒരു വാലിയിൽ ഇന്ത്യയുടേതാണ് എന്നതും ഈ അതിർത്തി കരാറോ അതേപോലെ തന്നെ CPSO ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് റൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പാക് അധിനിവേശ കാശ്മീരിൽ ചൈനയും പാകിസ്ഥാനും ചേർന്നുകൊണ്ട് സാമ്പത്തിക ഇടനാഴിയും ചൈന സൈനിക അടിസ്ഥാന സൗകര്യ പദ്ധതികളും നിർമ്മിക്കുന്നതിൽ കടുത്ത അതൃപ്തിയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ജമ്മു കാശ്മീർ പൂർണ്ണമായും ഇന്ത്യയുടേത് തന്നെയാണ്. ഇന്ത്യയുടെ പ്രദേശത്തെ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ സ്ഥാപിക്കുന്നതിൽ നിന്ന് ചൈനയും പാകിസ്ഥാനും പിന്മാറണമെന്നും അദ്ദേഹം ഇവിടെ ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ പ്രദേശം ചൈനയുടേതാണ് എന്നും ചൈനയും പാകിസ്ഥാനും പരമാധികാര പ്രദേശങ്ങളാണ്, അതിൽ സാമ്പത്തിക ഇടനാഴി സജ്ജമാക്കുന്നതിനും ചൈനീസ് വിദേശകാര്യ വക്താവ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. കശ്മീർ വിഷയത്തിൽ ചൈനയുടെ നിലപാട് മറ്റേ ഒന്നും തന്നെയല്ല, CPEC അതിനെ ബാധിക്കില്ല എന്നതും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും സമാധാന ചർച്ചയിലൂടെ തന്നെ കാശ്മീർ വിഷയം പരിഹരിക്കണം എന്നതാണ് ചൈനയുടെ നിലപാട്. എന്നാൽ 1963 മുൻപ് ഷഹാം പ്രദേശത്താകട്ടെ ചൈനയ്ക്കും പാകിസ്ഥാനും ഇടയിൽ തന്നെ അതിർത്തി വേർപിരിച്ചിരുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഇതിന് പരിഹാരം കാണാനാണിപ്പോൾ അതിർത്തി കരാറിലൂടെ തന്നെ ആ ഒരു വാലി അത് ഉൾപ്പെടുന്ന പ്രദേശമാകട്ടെ പാകിസ്ഥാൻ ചൈനയ്ക്ക് സമ്മാനമായി നൽകിയതാണ് എന്നും നേരത്തെ മറ്റൊരു ഭാഗമായിരുന്നില്ല എന്നും വ്യക്തമാക്കിയിരിക്കുന്നത്. പുതുതായി തന്നെ ഉൾപ്പെടുത്തിയതാണ് ഇത് വഴിയെന്നും ഇടനാഴി ഇതിലൂടെയാണ് സ്ഥാപിക്കുന്നതെന്നും ഇവർ വ്യക്തമാക്കുന്നു. ചൈനയിൽ നിന്ന് പാക് അധിനിവേശ കാശ്മീരിലൂടെ തന്നെ കടന്ന് ഗദ്വാർ തുറമുഖം വരെ നീളുന്നതാണ് CPEC. ചൈന ബില്യൺ കണക്കിന് ഇത്തരത്തിൽ ബില്യൺ കണക്കിന് ഡോളർ ചിലവിട്ടുകൊണ്ട് നിർമ്മിക്കുന്ന പദ്ധതി പാകിസ്ഥാനും ഏറെ നിർണായകമാകുമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. കടക്കണിയിലും സാമ്പത്തിക ഞെരുക്കത്തിലും പെട്ട് നട്ടം തിരിയുന്ന പാകിസ്ഥാന് CPEC പുതുജീവൻ നൽകുമെന്നതാണ് പാക് സർക്കാർ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഗദ്വാർ തുറമുഖം നിർമ്മിക്കുന്നതിനും ചൈന വ്യക്തമാക്കുകയും ഇവിടെ ചൈനയ്ക്ക് സൈനിക താവളം ഉണ്ടാക്കുന്നത് ഇന്ത്യക്കും പാകിസ്ഥാന്റെ അയൽ രാജ്യമായ ഇറാനുമേൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്കും പാകിസ്ഥാനുമായി തന്നെ സംഘർഷത്തിലുള്ള അഫ്ഗാൻ താലിബാനും ഇത് വലിയൊരു വെല്ലുവിളിയായി തന്നെ ഉയരുമെന്നും ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.